നമസ്കാരം. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം ചുവടുവെക്കുമ്പോൾ കാസർഗോഡ് ജില്ലയെക്കുറിച്ചും നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയ്ക്ക് അതിപുരാതനമായ ചരിത്രമുണ്ട്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകൃതമായത്. അതിനു മുൻപ് ഇത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. പുരാതന കാലത്ത് ഈ പ്രദേശം തുളുനാട് എന്നറിയപ്പെട്ടിരുന്നു. കുമ്പള രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം. 18ാം നൂറ്റാണ്ടിൽ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഭരണത്തിൽ കീഴിലായിരുന്നു ഈ പ്രദേശം. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ സൗത്ത് കാനറ ജില്ലയിൽ ഉൾപ്പെട്ടിരുന്നു. അറബിക്കടലിൻ്റെ തീരത്തുള്ള ബേക്കൽ കോട്ട കാസർഗോഡിൻ്റെ ചരിത്രപരമായ പ്രൗഢി വിളിച്ചോതുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയം വളരെ സജീവവും വൈവിധ്യവുമാണ്. ജില്ലയിൽ LDF, UDF മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. എന്നാൽ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. കാസർഗോഡ് ജില്ല മുഴുവനായും ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത്. നിലവിലെ MP ഇന്റർനാഷണൽ കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകാരമുള്ള നിലവിലെ ജനപ്രതിനിധികൾ ഇവരൊക്കെയാണ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലെ AKM അഷ്റഫ്, കാസർഗോഡ് മുസ്ലിം ലീഗിലെ NA നെല്ലിക്കുന്ന, ഉദുമ നിയോജക മണ്ഡലത്തിൽ CPMലെ CH കുഞ്ഞമ്പു, കാഞ്ഞങ്ങാട് CPIയിൽ നിന്നും E ചന്ദ്രശേഖരൻ, തൃക്കരിപ്പൂർ CPMൽ നിന്നും M രാജഗോപാലൻ എന്നിവരാണ് ഇവിടെ നിന്ന് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2 സീറ്റുകളിൽ UDFും 3 സീറ്റുകളിൽ LDFുമാണ് നിലവിലെ കക്ഷിനില. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയാണ് UDFന് ഉള്ളത്. കാസർഗോഡ് കുമ്പളയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരംഭിച്ച പുതുയുഗ യാത്രയ്ക്ക് ലഭിച്ച സ്വീകരണം UDFിൻ്റെ ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് ഫലം കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. UDFിലെ NA നെല്ലിക്കുന്നിന് ലഭിച്ചത് 63,296 വോട്ടുകളാണ്. 2ാം സ്ഥാനത്തെത്തിയത് NDAയുടെ അഡ്വക്കേറ്റ് K ശ്രീകാന്താണ്. ലഭിച്ച വോട്ടുകൾ 50,395. 3ാം സ്ഥാനത്തെത്തിയത് INLലുള്ള MA ലത്തീഫാണ്. ലഭിച്ച വോട്ടുകൾ 28,323. ഭൂരിപക്ഷം ലഭിച്ചത് 12,901 വോട്ടുകൾക്കും. 2016 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരികയാണെങ്കിൽ അന്ന് വിജയിയായത് UDFിലെ IUMLലെ NA നെല്ലിക്കുന്നാണ്. ലഭിച്ച വോട്ടുകൾ 64,727. 2ാം സ്ഥാനം NDAയിൽ നിന്നുള്ള രവീശ തന്ത്രി കുണ്ടാറാണ്. ലഭിച്ച വോട്ടുകൾ 56,120. 3ാം സ്ഥാനത്തെത്തിയത് AA അമീനാണ് LDFിൽ നിന്നും. ലഭിച്ച വോട്ടുകൾ 21,615. ഇവിടെ ഭൂരിപക്ഷം ലഭിച്ചത് 8,607 വോട്ടുകളാണ്. 2011 തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അന്നും വിജയിയായത് UDFിലെ NA നെല്ലിക്കുന്ന് തന്നെയാണ്. ലഭിച്ച വോട്ടുകൾ 53,068. 2ാം സ്ഥാനത്ത് NDA ഉണ്ടായിരുന്നു. ജയലക്ഷ്മി N ഭട്ടായിരുന്നു എത്തിയത്. 43,330 വോട്ടുകൾ. 3ാം സ്ഥാനത്തെത്തിയത് LDFിൽ നിന്നുള്ള അസീസ് കടപ്പുറമാണ്. ലഭിച്ച വോട്ടുകൾ 16,467. അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 9,738 വോട്ടുകളാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് UDF കോട്ടകളായി തുടരുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് BJPയാണ്. NDA മുന്നണി തന്നെയാണ്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങൾ LDF ശക്തമായ ആധിപത്യം പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. കാസർഗോഡ് നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കാസർഗോഡ് DCC KPCCക്ക് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക നൽകി കഴിഞ്ഞു എന്നതാണ്. തൃക്കരിപ്പൂരിൽ DCC പ്രസിഡന്റായ PK ഫൈസലിനാണ് സാധ്യത. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോമോൻ ജോസും സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഹരീഷ് നായർ, PV സുരേഷ് എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. LDFിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. ശക്തരായ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷകൾ പ്രവചനാതീതമായി മാറും. ഉദുമയിൽ KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ, DCC വൈസ് പ്രസിഡന്റ് B പ്രദീപ് കുമാർ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്.
CH കുഞ്ഞമ്പു തന്നെ വീണ്ടും ഒരു അംഗത്തിനു കൂടി LDF-ൽ നിന്നും ഇറങ്ങും എന്നാണ് സാധ്യതകൾ. ജനകീയനായ നേതാവ് എന്ന പ്രഭാവമാണ് കുഞ്ഞമ്പുവിൻ്റെ ആവനാഴിയിലെ മൂർച്ചയേറിയ അസ്ത്രം. BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എങ്കിൽ മത്സരത്തിൻ്റെ ഭാവം തന്നെ മാറും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അഭിപ്രായങ്ങളും ഗൗരവമായി പരിഗണിക്കും. 3 മുന്നണികൾക്കും കാസർഗോഡ് ജില്ല നിർണായകമാണ്. അരയും തലയും മുറുക്കി മുന്നണികൾ വരും ദിവസങ്ങളിൽ സജീവമായി മണ്ഡലത്തിൽ ഇറങ്ങും. വലിയൊരു മാറ്റത്തിനു വേണ്ടിയാണ് മുന്നണികളുടെ ശ്രമം. കാസർഗോഡ് ജില്ല സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറും.